ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ 60% പോളിംഗ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. വടക്കുകിഴക്കൻ മേഖലയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് പശ്ചിമബംഗാളിലും ഏറ്റവും കുറവ് ബീഹാറിലുമാണ്. ലക്ഷദ്വീപിൽ പോളിംഗ് ശതമാനം 59.02 ആണ്. ആൻഡമാനിൽ 56.87, പുതുച്ചേരിയിൽ 73.25, തമിഴ്നാട്ടിൽ 62.08% വോട്ടാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. തമിഴ്നാടും ലക്ഷദ്വീപും ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 1625 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 1,63,000 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചത്. കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗ്, നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, ഭൂപേന്ദർ യാദവ്, അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ, തെലങ്കാന മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർശെൽവം, കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരം, മാണിക്യം ടാഗോർ, നകുൽനാഥ്, BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ, DMK നേതാക്കളായ ദയാനിധിമാരൻ, കനിമൊഴി തുടങ്ങിയവരാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നാളെ കേരളത്തിലെത്തും. രാവിലെ 11:30 പ്രത്യേക വിമാനത്തിൽ പ്രിയങ്ക ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിച്ചേരും. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണയുമായി നാളെ രാവിലെ 10 കവടിയാർ വിമൻസ് ക്ലബ്ബിൽ ചേരുന്ന അനന്തപുരി മഹിളാ കൂട്ടായ്മ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൌകര്യമൊരുക്കുന്ന പ്രക്രിയയിൽ വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ഇന്നലെ കണ്ണൂർ കല്യാശ്ശേരിയിൽ മുതിർന്ന വനിതയുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ ക്രമവിരുദ്ധമായ ഇടപെടൽ ഉണ്ടായി എന്ന പരാതിയെ തുടർന്നാണ് തീരുമാനം. അന്വേഷണത്തിന്റെ ഭാഗമായി 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ കള്ളവോട്ട് നടന്നു എന്ന ആരോപണത്തിൽ പ്രതികരണവുമായി മുന്നണി നേതാക്കൾ. വീട്ടിലെത്തിയുള്ള വോട്ടിന്റെ മറവിൽ ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതിന്റെ തെളിവാണ് കല്യാശ്ശേരി സംഭവമെന്ന് UDF ആരോപിച്ചു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും UDF അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള CPMന്റെ ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C രഘുനാഥ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന പാർട്ടിയല്ല CPIM എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താളമേള വർണ്ണവിസ്മയങ്ങൾ നിറഞ്ഞ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് ശക്തന്റെ തട്ടകം. പൂരത്തിന് മാറ്റുകൂട്ടുന്ന തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ മത്സര കുടമാറ്റം വടക്കുംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ അരങ്ങേറി. ആയിരങ്ങളാണ് കുടമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ തേക്കിൻകാട് മൈതാനത്ത് ഒത്തുകൂടിയത്. പുലർച്ചെ നടക്കാനിരിക്കുന്ന പ്രധാന വെടിക്കെട്ട് കാണാനാണ് ഇനി ജനലക്ഷങ്ങളുടെ കാത്തിരിപ്പ്. കനത്ത പോലീസ് സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നാളെ ഇരുവിഭാഗങ്ങളും ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. ഇറാനിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ നിരാകരിച്ച് ഇറാൻ. വ്യോമ പ്രതിരോധ നടപടികളുടെ ഭാഗമായുണ്ടായ സ്ഫോടനമെന്നും നുഴഞ്ഞുകയറ്റക്കാരുടെ ആക്രമണം എന്നുമാണ് ഇറാൻ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണത്തിന് പദ്ധതിയില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ട്. ഏപ്രിൽ 1 ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് സ്ഥിതി വഷളായത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ടെൽ അവീവിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ ഈ മാസം 30 വരെ റദ്ദാക്കി. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ പുനഃക്രമീകരിക്കുന്നതിനും റദ്ദാക്കുന്നതിനുമുള്ള ചാർജിൽ ഒറ്റത്തവണ ഇളവുകൾ നൽകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. അതേസമയം വെള്ളപ്പൊക്ക സാഹചര്യം കണക്കിലെടുത്ത് ദുബായിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ CRPF ജവാന് വീരമൃത്യു. ഉസൂർ പോലീസ് സ്റ്റേഷനു കീഴിലുള്ള ഗൽഗാം മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ഗ്രനേഡ് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചാണ് അപകടം. CRPF 196 കോപ്സിലെ കോൺസ്റ്റബിൾ ദേവേന്ദ്രകുമാറാണ് മരിച്ചത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം 25ലേക്ക് മാറ്റി. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ രേഖകൾ ഹാജരാക്കാൻ കോടതി മാത്യു കുഴൽനാടന് നിർദ്ദേശം നൽകി. ധാതുമണൽ ഖനനത്തിന് CMRLന് വഴിവിട്ട് സഹായം നൽകിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.